സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് സഭാ സ്ക്വയറിലാണ്. അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഈ പ്രദേശത്തെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടു കൂടിയും മറ്റും ഈ വരുന്ന 27-ാം തീയതി സഭാ സ്ക്വയറിൽ വേങ്ങരയുടെ ഈ ഗാലറിയിൽ, ഈ ഗ്രൗണ്ടിൽ, ഈ മണ്ണിൽ പന്തുരുളുകയാണ്. അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ളതെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സഭാക്ക് തന്നെ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ കളിയുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തതൊക്കെ നമ്മുടെ സഭാക്ക് നമ്മളോട് പറയും. അപ്പോൾ ഇത് തേർഡ് സീസണാണ്. സഭാ സ്ക്വയർ ഫുട്ബോൾ അക്കാദമി നടത്തുന്ന SFAൻ്റെ അഖിലേന്ത്യാ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ തേർഡ് സീസണാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം നമ്മൾ നടത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ ഫുട്ബോളിൻ്റെ വികസനവുമായിരുന്നു. അതിൻ്റെ വളർച്ച, അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്തിരുന്നു നമ്മൾ 2 വർഷത്തെ ലാഭം കൊണ്ട്. ഈ പ്രാവശ്യം എന്താ ചെയ്താൽ നമ്മൾ 4 കിഡ്നി രോഗികളെ, അതായത് കൂരിയാടുള്ള ഒരു കിഡ്നി രോഗി, കരിമ്പിലി ഊരകം പഞ്ചായത്തിലെ കരിമ്പിലിയിൽ 1, കുറ്റാളൂർ, നമ്മൾ ഈ കഴിഞ്ഞ ടൂർണമെൻറ്റ് വരെ നമ്മളൊപ്പം ഉണ്ടായിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവന്, അതേപോലെ തന്നെ നമ്മളെ ചേറൂർ റോട്ടിൽ വേങ്ങരത്തിനുള്ള ചേറൂർ റോട്ടിലുള്ള ഒരാൾ, 4 യുവാക്കൾക്ക് കിഡ്നി മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലെ പൈസ. ഇപ്രാവശ്യം പൈസ ഫുള്ള് നമുക്ക് എന്താ ബാക്കി വരുന്ന തുക ഫുള്ളായിട്ട് നമ്മൾ അവർക്കും കൊടുക്കാനാണ് ചിലവാക്കുന്നത്. അപ്പോൾ നമ്മള് മത്സരം നമ്മൾ തുടങ്ങുന്നത് 27-ാം തീയതി. ഉദ്ഘാടന മത്സരം ലിൻഷിയും KMG മാവും. നല്ല ടീമാണ്. അതില് പ്രത്യേകത കൊണ്ട് KMG മാവിനെ സ്പോൺസർ ചെയ്യുന്നത് മേമാട്ടുപാറയാണ്. അപ്പൊ കുറച്ചുകൂടി ആളുകളും പിന്നെ അതുമില്ല, നമ്മളൊരു അന്ന് ഒരു വ്യത്യസ്തമായ ഒരു കലാപരിപാടികൾ, വാട്ടർ ഡ്രംസ്, അങ്ങനെ കുറച്ച് DJ പരിപാടികളൊക്കെ കുറച്ച് നല്ല കളർഫുൾ ആയിട്ടായിരിക്കും നമ്മളെ ഉദ്ഘാടനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഏകദേശം 1000-ഓളം കുട്ടികൾ കൂടിയ ഒരു റാലിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ മാറ്റിയിട്ട് DJ ഇതേപോലെ വാട്ടർ ഡ്രംസ്, ഒരു പുതിയൊരു പരിചയപ്പെടുത്തലായിരിക്കും ഭയങ്കര. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് വൈകിയാണ് കളി തുടങ്ങിയത്, ഈ പ്രാവശ്യം നേരത്തെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, ഈ പ്രത്യേകിച്ച് ഒരു ട്രെൻഡിങ് സമയമാണ് സെവൻസിന്റെ, അതുകൊണ്ട് കൂടുതൽ ആൾ ഗാലറിയിൽ എത്താൻ സാധ്യത. ഏറ്റവും പീക്ക് ടൈമാണ് സെവൻസിനെ സംബന്ധിച്ച്, ഏറ്റവും പീക്ക് ടൈമാണത്. അതിന് ഇതില് പ്രാവശ്യം നമ്മൾ കുറെ കാര്യങ്ങളുണ്ട് ഇതില്. ഈ സമയം കിട്ടിയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ഒരുങ്ങാൻ സമയം കിട്ടി. പിന്നെ കുറച്ചുകൂടി കളർഫുൾ നല്ല ടീമുകൾ, നല്ല ഏറ്റവും എണ്ണം പറഞ്ഞ ടീമുകൾ നമ്മളതിന് സെലക്ട് ചെയ്തിട്ട് 24 ടീമിനെ നമ്മളതിന് ഏറ്റിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആ ഫൈനൽ പോരാട്ടം അന്ന് ഉഷ FC തൃശ്ശൂർ സബാൻ കോട്ടക്കലുമായിരുന്നു. ആ ഒരു 60 മിനിറ്റ് കാണികളൊക്കെ ആവേശഭരിതമായ മത്സരം. അതുപോലുള്ള മത്സരങ്ങൾ ഉദ്ഘാടനം മുതൽ അവസാനം വരെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷിക്കാം. അതിനങ്ങനെയല്ല, മറ്റുള്ള ടൂർണമെന്റ് വ്യത്യസ്തം ഉണ്ടെന്ന് തന്നെ പറയാം. മറ്റു ടൂർണമെന്റിനെ മോശമാക്കി പറയല്ല. ഇവിടെ നമ്മൾ ഒരു ഒത്തുകളിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നത് എന്തായാലും സബാനും FC. അപ്പൊ പൊതുവേ ഉള്ളൊരു ആരോപണം അങ്ങനെ കിടക്കുന്നുണ്ട്. അതുണ്ട്. അത് എന്തായാലും ഈ ഫുട്ബോൾ അല്ലേ, ചിലത് അത് ഓരോരുത്തർക്കും ഓരോ ദിവസം കളിയായിരിക്കും. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഇവിടെ അങ്ങനെ യാതൊരു ഇവിടെ നമ്മൾ ഏറ്റവും നന്നായി കളിക്കുന്ന ടീം ജയിക്കുക. ഏറ്റവും നല്ല ഗ്രൗണ്ടാണ്. കാരണം നമ്മൾ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ തന്നെ നമുക്ക് വലിയൊരു സംഖ്യ ചെലവാക്കിയാണ്. എന്നാൽ ഫുട്ബോളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ സുഖം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇവിടെ നമ്മളെ സിംസാറുലക്കിന്റെ പ്രസംഗമാണെന്നുള്ളത് നിലത്തിരുന്നിട്ടാണ് കേൾക്കുന്നത്. കാരണം എന്തുകൊണ്ട് അത്രയും നല്ല അതായത് മര്യാദക്ക് ഇരുന്ന് കാണാൻ പറ്റും. കാരണം ഒരു കല്ല് പോലും ഉണ്ടാവില്ല, നിലത്തിരുന്ന് കാണാൻ പറ്റണ്ടേ, കാരണം മതപ്രസംഗല്ലേ. അപ്പോ നമ്മുടെ ഗാലറിയും ഗ്രൗണ്ടും അനൗൺസ് പോയിന്റ്, അതുപോലെ ഗാലറി പുതിയതായിട്ടാണ് ഇവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ടീമില്. അതുപോലെ ലൈറ്റിംഗ് കഴിഞ്ഞ ഏറ്റവും പുതിയ ലൈറ്റ് കൊണ്ടുവന്നു. ഇക്കൊല്ലം അത് പുതുക്കി ഏറ്റവും പുതിയ വേറെ സാധനം കൂടി ഉണ്ട്. ടിക്കറ്റ് ഓൺലൈനാണ്. ഓൺലൈനിലാണ് നമ്മള് ഡെയിലി ടിക്കറ്റും സീസൺ ടിക്കറ്റും ഓൺലൈനിൽ നമ്മൾ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു ചാരിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യം എന്ന് പറഞ്ഞാല് കുറെ ആൾക്കാർക്ക് ഇതിലേക്ക് സഹകരിക്കാൻ കഴിയും. ഇപ്പൊ കളി കാണാൻ ഒരാൾക്ക് താല്പര്യമില്ല, 60 രൂപ ടിക്കറ്റ് എടുക്കാം. 4 പേർക്ക് 15 രൂപ വെച്ച് അവർക്ക് അതുകൊണ്ട് നമ്മളെ ഫണ്ടിങ്ങും മറ്റു കൊടുക്കാൻ പറ്റിയ ആളുകളൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഒരു നല്ലൊരു പ്രതീക്ഷയാണ്. പിന്നെ കളി എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാ, ജയവും പരാജയവും വരുന്ന പോലെ തന്നെ ടൂർണമെന്റും ജയവും പരാജയവും. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വിധി പോലെ. ഇനി അതും വ്യത്യാസങ്ങൾക്ക് പുതിയൊരു സാധനം കൂടി ഉണ്ട്. സംസ്ഥാന സർക്കാർ ടൂറിസം ഉണ്ട്, KSRTCന്റെ ടൂറിസം ഉണ്ട്. ഓരോ വില്ലേജ് സന്ദർശിക്കുന്ന ടൂറിസം ഉണ്ട്. അത് സംസ്ഥാനത്ത് ആദ്യമായിട്ട് സെവൻസ് ഫുട്ബോൾ അസോസിയേഷനിൽ പരീക്ഷിക്കേണ്ട വേങ്ങരയിലാണ്. സംസ്ഥാന ഗവൺമെന്റ് ഗണേഷ് മിനിസ്റ്റർ നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുണ്ടാവും. അതായത് നമുക്ക് കാസർഗോഡ് നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും എല്ലാ ഭാഗത്തുനിന്നും ഓരോ ബസ്സുകൾ നമുക്ക് ടൂർണമെന്റിലേക്ക് വരുന്നുണ്ട്. അത് ശനിയും ഞായറും ഓരോ ബസ് വേങ്ങരയിലേക്ക് കളി കാണാനായിട്ട് വരികയാണ്. അവർക്ക് കളി കണ്ടുകാണ്ട് ഒഴുക്കി ആളുകൾക്ക് തിരിച്ചു പോകാം. അതാണ്. അപ്പോൾ എന്താ നമ്മൾ അവസാനം നമ്മളെ ഗാലറിയിൽ എത്തിപ്പെടുന്ന ഫുട്ബോൾ പ്രേമികളോട് സഭാക്കാർ പറയാനുള്ളത്? ഏറ്റവും നല്ല കളി നിങ്ങൾക്ക് ഞങ്ങൾ ഈ ടൂർണമെന്റ് കമ്മിറ്റി 3ാമത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും രോമാഞ്ചമുള്ള കളി ഞങ്ങൾ നിങ്ങൾക്ക് തരും. അതിലൊക്കെ ഉപരി നിങ്ങളെ കാണികളിരുന്ന് ഞാൻ കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4
അർഹതപ്പെട്ട 4 കിഡ്നി രോഗികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങൾ കളി കാണാൻ വരുന്നത്. നിങ്ങൾ 1 രൂപ പോലും മിസ്യൂസ് ആവില്ല. അത് തീർച്ചയായിട്ടും അർഹതപ്പെട്ടവരെ കയ്യിലായിരിക്കും ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് കിട്ടുന്ന ലാഭം. അത് പ്രതീക്ഷിച്ച് ഒരു ചാരിറ്റിയുടെ മൂടോടുകൂടി അതോടൊപ്പം സെവൻസ് ഫുട്ബോൾ ഏറ്റവും നന്നായി ആസ്വദിക്കാനൂടി കഴിയും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടുകൂടി എല്ലാ കാണികളെയും, അതായത് സെവൻസ് ഫുട്ബോൾ ആരാധകരെ ഫുള്ളും ഞങ്ങൾ സഭാ സ്ക്വയറിലേക്ക് ഒരിക്കൽ കൂടി ആദരപൂർവ്വം ക്ഷണിക്കും. അപ്പോൾ സബാഹക്ക വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ വരുന്ന 27-ാം തീയതിയാണ് സബാഹ് സ്ക്വയറിൽ പന്തിരുളുന്നത്. അപ്പോൾ എല്ലാം സെറ്റായി കഴിഞ്ഞു, വാഹന പാർക്കിംഗ് സൗകര്യം എല്ലാം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും 27-ാം തീയതി മുതൽ സബാഹ് സ്ക്വയറിലേക്ക് സ്വാഗതം.